ഹായ്, നമസ്കാരം. മഴതോരും മുമ്പ് എന്ന സീരിയലിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ കഥ കേട്ടാലോ? അങ്ങനെ നമ്മുടെ വൈജയെ കാണാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം കൃഷ്ണ കയറി അമ്മയെ കാണുന്നു. അമ്മയെ കണ്ടതും നീ എന്താ ശിവേട്ടൻ വിളിച്ചപ്പം കൊല്ലപ്പള്ളിയിലോട്ട് പോഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയാണ്, ഞാനെന്തിന് കൊല്ലപ്പള്ളിയിലൊക്കെ പോകണം? എൻ്റെ ലോക്കൽ കടയിൽ എൻ്റെ അച്ഛനില്ലേ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി. നിൻ്റെ അച്ഛൻ്റെ വാലി പിടിച്ച് നിന്നോ. ശിവേട്ടൻ വിളിച്ച സമയത്ത് ബബിതയും രോഹിത്തും പോയല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ അത്ര കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, അവരെ കണക്കല്ല, എനിക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് പറയും. എൻ്റെ ദൈവം, എൻ്റെ 3 മക്കൾ ഒരെണ്ണം മാത്രം തലതിരിഞ്ഞ് പോയല്ലോ നമ്മുടെ വൈജയന്തി പറയുകയാണ്. അമ്മയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും അച്ഛനെ കാണണമെന്ന് ചോദിക്കും. വേണ്ട, അച്ഛനോട് എന്തെങ്കിലും ഞാൻ പറയണോ? നിൻ്റെ അച്ഛനോട് പറഞ്ഞു തരാം, ഇത്തിൽക്കണ്ണി പിടിച്ച മരം നശിച്ചു പോകുമെന്ന്. മനസ്സിലായില്ല, അത് നിൻ്റെ അച്ഛന് മനസ്സിലാവുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ബാലനോട് പറയും, അമ്മയെ കണ്ടോ മോളെ, എന്ത് പറയും? അമ്മയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല അച്ഛാ, പഴയതുപോലെ തന്നെ. ആര് പറഞ്ഞാലും അമ്മയുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും. പിന്നെ അച്ഛനോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത്? വിത്തിൽ കണ്ണി പിടിച്ച മരം നശിച്ചു പോകുമെന്ന്. എങ്കിൽ പിന്നെ ഞാൻ അന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ വൈജയെ കാണാനായിട്ട് നമ്മുടെ ബാലേന്ദ്രൻ റൂമിനകത്തോട്ട് ചെല്ലുന്നു. ബാലേന്ദ്രനെ കണ്ടതും നമ്മുടെ വൈജയ്ക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. എന്താ ഒറ്റയ്ക്ക് മകളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ, അവളെ കൊണ്ടുവരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ ഞാൻ വന്നത് നിൻ്റെ സുഖവിവരം അന്വേഷിക്കാനാണ്. നിനക്ക് സമയത്തിന് ഫുഡ് കിട്ടുന്നുണ്ടോ, മെഡിസിൻ കിട്ടുന്നുണ്ടോ, ബില്ലൊക്കെ ഞാനല്ലേ പേ ചെയ്യുന്നത്, അപ്പം ഞാൻ അറിയണ്ടേ എന്ന് പറയും. ഞാൻ എന്നും ഇങ്ങനെ തളർന്ന് കിടക്കുമെന്ന് കരുതണ്ട ബാലേന്ദ്ര എന്ന് പറയും. നീ തളർന്ന് കിടക്കത്തില്ല, നീ തളർന്ന് കിടക്കുമല്ലോ, നിൻ്റെ നാവിന് നല്ല നീളമില്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പണ്ടേ നിൻ്റെ നാവിന് നല്ല നീളമാണ് എന്ന് പറയും. ചോദിക്കേ, ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്നെ പൊട്ടിയാക്കാൻ തോന്നുന്നു ആരും കരുതണ്ടെന്ന് പറയും. നീ പൊട്ടിയല്ല, നീ അതീവ ബുദ്ധിമതിയല്ലയോ, നിൻ്റെ കണക്ക് ബുദ്ധിമതിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം എങ്കിൽ ശരി, നിൻ്റെ കൂടെ തർക്കിക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വൈജ വിളിക്കും. ബാലേന്ദ്രൻ അവിടെ നിൽക്കുക, എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയും. എന്ത് കാര്യം? എനിക്കൊരു കാര്യം സംസാരിക്കണമെന്ന് പറയും. നിനക്ക് എന്തോ എന്നോട് സംസാരിക്കുമല്ലോ വൈജ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയും. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ബാലേന്ദ്രൻ ഒരു ഡിവോഴ്സ് പേപ്പർ കിട്ടും. ഞാൻ എൻ്റെ വക്കീലിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് ബാലേന്ദ്രൻ അതിനകത്ത് ഒപ്പിട്ട് തരണമെന്ന് പറയും. ഡിവോഴ്സ് തന്നെ ഒപ്പിട്ട് തരണമെന്ന്? ഡിവോഴ്സ് വാങ്ങിച്ചാൽ നീ എങ്ങോട്ട് പോകാൻ വൈജി എന്ന് ചോദിക്കും. ഡിവോഴ്സ് വാങ്ങിച്ച് ഞാൻ വേറെ ഫ്ലാറ്റ് എടുത്ത് മാറി താമസിച്ചോളാം, കൂടെ എൻ്റെ മക്കളെയും കൊണ്ടുപോകുമെന്ന് പറയും. മക്കളെയും കൊണ്ടുപോകുമോ? നിനക്ക് എത്ര മക്കളുണ്ട് വൈജി എന്ന് നമ്മുടെ ബാലേന്ദ്രനൊരു ചോദ്യം നമ്മുടെ വൈജയോട് ചോദിക്കും. പറ വൈജി, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട്? കുറച്ച് നേരത്തേക്ക് നമ്മുടെ വൈജ ഒന്ന് ഞെട്ടും. അപ്പം വൈജ സർവ്വശക്തി തിരിച്ചു ചോദിക്കും, ഞാൻ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന് ബാലേന്ദ്രന് അറിയത്തില്ലേ, എനിക്ക് 3 മക്കളെ ഉള്ളെന്ന് പറയും. അത് കല്യാണത്തിന് ശേഷമുള്ള കാര്യം, അതെനിക്കറിയാം. കല്യാണത്തിന് മുമ്പോ? ബാലേന്ദ്രനെ പോലെ കല്യാണത്തിന് മുമ്പ് കണ്ട സ്ത്രീകളിൽ കുഞ്ഞുങ്ങളൊന്നും എനിക്ക് ജനിച്ചിട്ടില്ലെന്ന് പറയും. അപ്പം ചോദിക്കും, അങ്ങനെ, ശരി ആയിക്കോട്ടെ എന്ന് പറയും. ശരി, ഇപ്പം നമുക്ക് 4 മക്കളില്ലേ, അലീനയും ചേർത്ത് 4 മക്കളായിട്ടും കണ്ടാൽ മതി എന്ന് പറയും. അലീനയോ? വല്ല തെരുവ് സ്ത്രീകൾക്കും ജനിച്ച പെണ്ണിനെ ഞാൻ എൻ്റെ മകളായിട്ട് കാണാനോ? അത് ഞാൻ മരിച്ചാലും സംഭവിക്കില്ല, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ പുറത്തോട്ടിറങ്ങിയിട്ട് നമ്മുടെ ഗോവർദ്ധനോട് പറയും, ഇതുവരെയുള്ള ഹോസ്പിറ്റലിലെ ബില്ലിൻ്റെ എല്ലാം കോപ്പി ഗോവർദ്ധൻ്റെ ഇട്ടുണ്ടോ എന്ന് ചോദിക്കും. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ബാലേട്ട, എല്ലാം സൂക്ഷിച്ച് വെക്കണം, ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ കടപ്പെട്ട ഒരു വീട്ടിൽ നമ്മുടെ ബബിതയും രോഹിത്തിനെയും കൊണ്ടുചെന്ന് നമ്മുടെ ശിവേട്ടൻ രാജീവനാക്കിയല്ലോ. ആ സമയത്ത് അവരവിടെ വന്നെങ്കിൽ അവരുടെ മുഖത്തിനൊന്നും വലിയ തെളിച്ചമൊന്നുമില്ല. അവർ റൂമിലേക്ക് കയറി പിന്നെ ചായ കൊടുത്തപ്പം രോഹിത് ചായ ഒന്നും മേടിച്ച് കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ രാജീവനും ശിവേട്ടനും കൂടി നമ്മുടെ അലീനെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈജ ഇങ്ങനെ കിടക്കുവാണ്, ഈ ഒരു സമയത്ത് വൈജയും ബാലേന്ദ്രനെ ഒന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണം, കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം ഒത്തൊരുമിച്ച് പോകത്തുള്ളൂ. കാരണം ഇനി ബാലേന്ദ്രൻ്റെ കൂടെ കടപ്പാട്ട ഒരു വീട്ടിൽ വൈജയ്ക്കൊരു നിലനിൽപ്പുള്ളൂ. പിന്നെ അതുപോലെ കുട്ടികൾ വഴിതെറ്റിപ്പോവും എന്നൊക്കെ പറയും. പിന്നെ നീ വേണം എല്ലാവരെയും നോക്കാൻ, തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും നിൻ്റെ അമ്മയാണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് വൈജയെ നല്ലോണം നീ നോക്കണം. അവളതിന് എതിർപ്പ് പ്രകടിപ്പിച്ചാലും അതൊന്നും കാര്യമാക്കരുത്. നിൻ്റെ കയ്യിൽ കുട്ടികളെയും വൈജയും നിന്നിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് തിരിച്ച് പോയേ പറ്റൂ, ഒരാവശ്യമായിട്ട് ഞങ്ങൾ വന്നതാണല്ലോ എന്നൊക്കെ നമ്മുടെ ശിവനും രാജീവനും കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അലീനയും പറയുന്നു, ഞാൻ നല്ലോണം അമ്മയെ നോക്കിക്കോളാം,
എൻ്റെ സഹോദരങ്ങളിലെ അവരെയൊക്കെ ഞാൻ നന്നായി സംരക്ഷിച്ചോളാം എന്നൊക്കെ നമ്മുടെ അലീന അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ മാറണമെന്നും രാജീവൻ പറയുന്നുണ്ട്, നീ കരുതുന്ന കണക്ക് അത്ര മോശം ക്യാരക്ടറൊന്നുമല്ല അലീനയുടേത്, അവൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അലീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു സെറ്റ്, ഞാൻ മാത്രം പ്രത്യേകം, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറയും. നീ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം, നീ തിരിച്ച് കടപ്പാട്ടൂരിട്ട് പോകണമെന്ന് പറയും. നമ്മുടെ വൈജ ഇല്ല, ഞാൻ വേറെ വീടെടുത്ത് മാറി താമസമുള്ള എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മക്കളെയും കൂടെ, നിൻ്റെ മക്കളിപ്പം കടപ്പാട്ടൂർ വീട്ടിലുണ്ടെന്ന് പറയും. അവരെ ആരാ അവിടെ കൊണ്ടുപോയത്? അതിനി അവരുടെ വീട് അതില്ലേ, അവരുടെ അച്ഛനുള്ള വീട്, അവരവിടെ നിൽക്കട്ടെ എന്ന് പറയും. നമ്മുടെ വൈജയ്ക്ക് അങ്ങ് നല്ല ദേഷ്യം വരികയാണ്. അതിനുശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങി ഇനി നിൻ്റെ ഇഷ്ടം കണക്കായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി റൂമിന് പുറത്തോട്ട് വരികയാണ്. വരുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരുന്നതാണ്, ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ഞാനാ പേ ചെയ്ത്, ഏകദേശം ഒരു 9 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. ഈ പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പൈസ തിരിച്ചു തരണമെന്ന്? അതെ, ഞാനല്ലേ ഇത്രയും കാശ് ഹോസ്പിറ്റലിൽ ചിലവാക്കിയത്, എനിക്ക് ഇത്രയും എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരണമെന്ന് പറയും. എന്താ ബാലേന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് നിൻ്റെ ഭാര്യയില്ലേ, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചിലവാക്കിയെന്ന് നമ്മുടെ ശിവശങ്കരൻ പറയും. ഓ, എൻ്റെ ഭാര്യയാണോ അവൾ? എൻ്റെ ഭാര്യ കൊണ്ടാണോ അവൾ രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് നോക്കും. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഇറങ്ങി പോയതില്ലേ? രാജ്യം പറയും, ഇത് ലോകത്തെവിടെയും കേട്ടുകേൾവി പോലും ഇല്ലല്ലോ, ഭാര്യയ്ക്ക് ചിലവാക്കിയ കാശ് തിരിച്ചു തരണമെന്ന്. അതേ, ഒരു കേട്ടുകേൾവിയില്ല. ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ഞാൻ ചിലവിന് കൊടുത്താൽ മതിയല്ലോ, അല്ലാതെ ഞാൻ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം നടക്കുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നീ നിങ്ങൾ പൈസ തരണം, അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങൾ തരണം. അവൾ കാശുകാരിയാണല്ലോ, അവളുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞതെന്ന് പറയും. അത് ഞങ്ങൾ പറയാമെന്ന്. അവൾ കണക്ക് പ്രകാരം അവൾ രാത്രി 1 മണിക്ക് കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഇവിടുന്ന് കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയായിട്ട് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ കൊല്ലപ്പള്ളി വീടിനടുത്ത് വെച്ചാൽ അവൾക്ക് അപകടം സംഭവിച്ചിരുന്നത്. കണക്ക് പ്രകാരം നിങ്ങൾ വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ദിവസം വൈജയ്ക്ക് കൂട്ട് നിന്നത് എൻ്റെ സഹോദരിമാരാണ്, സുനന്ദയും ചേച്ചിയാണ് നിന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണ്ടേ? അപ്പം എല്ലാം കൂടി ഒരു നല്ല എമൗണ്ട് ആയിട്ടോ, അത് നിങ്ങൾ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് തിരിച്ചു തരിപ്പിക്കണമെന്ന് പറയും. ഞങ്ങൾ പറയാൻ ബാലേന്ദ്ര എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ മനു അലീനെ കാണാനായിട്ട് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ കടപ്പാട്ടൂർ വരുന്ന സമയത്ത് ഫിഷൊക്കെ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ മനുവിൻ്റെ അടുത്ത് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഭവിതയും രോഹിതൊക്കെ വന്നേയില്ലേ, ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി നമ്മുടെ അലീന ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മനു വന്ന് ചോദിക്കും, അവർ വന്നിട്ടുണ്ട്? വന്ന് മനുവേട്ടാ, പക്ഷെ ഒന്നും മിണ്ടിയിട്ടില്ല, രണ്ടുപേരും റൂമിനകത്ത് തന്നെ എന്ന് പറയും. എന്തായാലും എനിക്ക് സന്തോഷമായി, അവർ തിരിച്ച് വന്നല്ലോ എന്ന് പറയും. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചെന്ന് വിളിച്ചിട്ടൊന്നും ഫുഡ് കഴിക്കാൻ ബബിതയും രോഹിത്തും വരത്തില്ല. അങ്ങനെ മനുവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കാരണം അലീന ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നല്ലേ പൊതുവെ പറയുന്നത്. അന്ന് നമ്മുടെ അവരുടെ വൈജയന്തിയുടെ മൂത്ത ചേട്ടൻ വന്ന സമയത്തും കെങ്ങേട്ടൻ വന്ന സമയത്തും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മനു ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണയും കൂടി വരുന്നുണ്ട്. കൃഷ്ണയും കൂടി വന്ന സമയത്ത് അച്ഛാ അങ്ങനെ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പം അവർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. ഓ, വന്നോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു എത്ര നാൾ അവിടെ നിൽക്കുമെന്നൊക്കെ നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കും. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, അവർ കുറച്ച് ദിവസം അവിടെ നിന്ന് ജീവിതം പഠിക്കട്ടെ എന്ന് എഴുതി ഞാൻ വിളിക്കാതിരുന്നതെന്നൊക്കെ പറയും. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവർ വന്നില്ല അച്ഛാ എന്നൊക്കെ പറയും. വേണ്ട, അവർക്ക് വിശപ്പുള്ളപ്പം ഒന്ന് കഴിച്ചോളും എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.